ഉടുമ്പൻചോലയിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എം.എൽ.എ. സേനാപതി വേണു മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും കണ്ട് നിവേദനം നൽകി. ഭൂപ്രശ്നങ്ങൾ 6 മാസത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റ് സമ്മേളനത്തിന് ശേഷം ആരോഗ്യമന്ത്രി നേരിട്ട് നെടുങ്കണ്ടത്തെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആനയിറങ്കൽ ഡാമിലെ ബോട്ടിംഗുമായി ബന്ധപ്പെട്ട ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഉറപ്പ് ലഭിച്ചതായും എം.എൽ.എ. കൂട്ടിച്ചേർത്തു. ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തെ ബാധിക്കുന്ന 3-4 അടിയന്തര പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയെയും വിവിധ വകുപ്പ് മന്ത്രിമാരെയും ഞങ്ങൾ സന്ദർശിച്ച് നിവേദനം കൊടുക്കുകയും ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തത്. ഒന്ന്, ഉടുമ്പൻചോല താലൂക്ക് ഉൾപ്പെടെ അനുഭവിക്കുന്ന ഭൂപ്രശ്നങ്ങളാണ്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ സമഗ്രമായി പഠിച്ചിട്ടുള്ളതും 6 മാസത്തെ സാവകാശമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തെ മാത്രം ബാധിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതൊന്ന്, നമ്മുടെ ഇപ്പം മുടങ്ങിക്കിടക്കുന്ന താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണമാണ്. ഇക്കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രിയെയും, കാരണം അദ്ദേഹം ധനവകുപ്പിൻ്റെ ചുമതല വഹിക്കുന്നതാണ്, അദ്ദേഹത്തെ കണ്ടു. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയെയും കണ്ടു. അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്, ബജറ്റ് സമ്മേളനം കഴിഞ്ഞാൽ അദ്ദേഹം നെടുങ്കണ്ടത്ത് വന്ന് നേരിട്ട് ഈ കാര്യങ്ങൾ കണ്ട് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വിളിച്ച് എന്താണ് അതിൻ്റെ തടസ്സങ്ങൾ എന്നുള്ളത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത വിഷയം ഞങ്ങൾ മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് നമ്മുടെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. അത് ആനയിറങ്കൽ ഡാമിൽ അവിടെ ബോട്ടിംഗ് ഇപ്പം നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ കുണ്ടള ഡാമിൽ, മാട്ടുപ്പെട്ടി ഡാമിൽ, പെരിയാർ ടൈഗർ റിസർവിനോട് ചേർന്നുള്ള പെരിയാർ അവിടെ എല്ലാം ജലാശയങ്ങളിലെല്ലാം ബോട്ടിംഗ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അരിക്കൊമ്പൻ്റെ ഒരു പ്രശ്നം പറഞ്ഞാണ് അമിക്കസ് ക്യൂറി കൊടുത്ത ഒരു റിപ്പോർട്ടിന് പ്രകാരം ആനയിറങ്കൽ ഡാമിലെ ബോട്ടിംഗ് നിർത്തിയിരുന്നത്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്നത്, 100 കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിച്ചുകൊണ്ടിരുന്ന സംരംഭമാണ് നിന്നുപോയത്. ഏതാണ്ട് 2-2.5 കൊല്ലത്തോളമായി ഇത് നിന്നുപോയിട്ട്. അപ്പോൾ ഈ കാര്യം ഞങ്ങൾ, കാരണം ഇത് 3 വകുപ്പിൻ്റെ കീഴിലാണ്. ആ റിസർവോയറിൻ്റെ ചുമതല വൈദ്യുതി വകുപ്പിനും, അതോടൊപ്പം തന്നെ ഈ ടൂറിസം ബോട്ടിംഗ് നടത്തുന്ന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും, ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് വനം വകുപ്പുമാണ്. അപ്പോൾ 3 മന്ത്രിമാരെയും കണ്ട് അപ്പോൾ അവർ ഏകോപിച്ചുകൊണ്ടൊരു കമ്മിറ്റി, ഒരു യോഗം വിളിക്കാമെന്നും ഈ പ്രശ്നം അടിയന്തരമായിട്ട് ചർച്ച ചെയ്യാമെന്നും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ വിഷയവും ഞങ്ങൾ മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി.